ഗുഡ് മോർണിംഗ്. നാട്ടിലെ മക്കളൊക്കെ അവധിയൊക്കെ ആഘോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണല്ലേ. ഇവിടുത്തെ മക്കൾക്ക് അവധിയൊന്നുമില്ല, ക്ലാസ് ഉണ്ട്. രാവിലെ മിന്നു ക്ലാസ്സിൽ പോയി. ഇനിയിപ്പോൾ മന്നേനെ എഴുന്നേൽപ്പിച്ച് നഴ്സറിയിലേക്ക് വിടണം. ഇത്തവണത്തെ ഓണം നബിദിനം ഒരു ദിവസം തന്നെ ആയതുകൊണ്ട് ഇത്തവണ പബ്ലിക് ഹോളിഡേ ആണല്ലോ. അതുകൊണ്ട് മക്കൾക്കൊന്നും ക്ലാസ്സിൽ പോകണ്ട, പ്രത്യേകിച്ച് അവധിയൊന്നും എടുക്കേണ്ടി വരില്ല കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ആലു പറാത്ത കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം മിന്നുവിന് അതും അതേപോലെ തന്നെ ചമ്മന്തിയും കൊടുത്തു വിട്ടു. നമ്മുടെ മല്ലിയിലയും അതേപോലെ തന്നെ തൈരുമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതും ആലു പറാത്തയും അവൾക്ക് കൊടുത്തു വിട്ടു. അതിനുശേഷം മന്നയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിയും പൂരിയും പരത്തുന്ന പോലെയല്ല, ആലു പറാത്ത പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ആ ആലുവിൻ്റെ മിക്സ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ പരത്തുമ്പോൾ പൊട്ടിപ്പോരും. അതുകൊണ്ട് പതുക്കെ നോക്കി നോക്കി വേണം പരത്താനായിട്ട്. ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങ് വേഗം വേഗം പരത്തിയെടുക്കാം. പക്ഷെ അതുപോലെയല്ല ഇത്. ആലു പറാത്ത ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ആ ആലുവിൻ്റെ മിക്സ് അങ്ങ് ഉണ്ടാക്കി തലേന്ന് റെഡിയാക്കി വെച്ചാൽ രാവിലെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ചട്നി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മിന്നുവിനും ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ തന്നെ മന്നയ്ക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതങ്ങ് ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചാൽ ചൂടാറും, പിന്നെ അത്ര ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഓരോന്ന് ഇതാ അടുപ്പത്തേക്ക് വെച്ച് അടുത്തടുത്തത് അപ്പം ഇങ്ങനെ പരത്തിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് നല്ലോണം തന്നെ. നമ്മുടെ ഗോതമ്പ് പൊടിയിൽ ഒന്നിങ്ങ് മിക്സാക്കി പരത്തിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഒട്ടിപ്പിടിക്കും. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ കൗണ്ടർ ടോപ്പിലൊക്കെ കുറച്ച് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം തന്നെ അങ്ങ് തുടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കട്ടിയായിട്ട് ഇരിക്കും. കൂടെ തന്നെ ഞാൻ മന്നയ്ക്ക് ഫുഡും കൂടി കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിളുമ്പോൾ പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് വേണ്ട, ഞാനിവിടെ അടുക്കളയിൽ അമ്മയുടെ കൂടെ ഇരുന്നിട്ടാണ് കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ താഴെ ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ മന്നയ്ക്ക് ആലു പറാത്തയും അതേപോലെ തന്നെ ചമ്മന്തിയും കൊടുത്തു വിട്ടിട്ടുണ്ട്. അവൾക്ക് വേറെ ഫ്രൂട്ട്സ് ബ്രേക്ക് ഒന്നുമില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണോ അതങ്ങ് കൊടുത്തു വിട്ടാൽ മാത്രം മതി. ഒന്നില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പഴം കൊടുത്തു വിടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേരയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തു വിടും. മന്നയുടെ കാര്യത്തിൽ അത്ര വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഇന്നലെ കുറച്ച് ചിക്കൻ കറി വെച്ചത് ഇരിക്കണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്താണെങ്കിലും ആലു പറാത്ത കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 ഗോതമ്പിൻ്റെ ദോശയും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ എനിക്കും ചേട്ടായിക്കും ഗോതമ്പിൻ്റെ ദോശയും അതേപോലെ തന്നെ മക്കൾക്ക് ആലു പറാത്തയും അങ്ങനെ റെഡിയാക്കുന്നുണ്ട്. ചായയും അടുപ്പത്തിടുന്ന നല്ലോണം തന്നെ ഒന്നിങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ. കുറച്ച് മാവൊന്ന് കലക്കി ഇച്ചിരി തേങ്ങ ചേർത്ത് മിക്സാക്കി എടുത്താൽ മാത്രം മതി. അങ്ങനെ മന്ന റെഡിയായിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നത് കേട്ടോ. മിന്നുവിന് രാവിലെ 6:30 ആകുമ്പോൾ വണ്ടി വന്ന് പോകും. പക്ഷേ മന്നയ്ക്ക് 9:30 ആകുമ്പോൾ പോയാൽ മതി കേട്ടോ. അങ്ങനെ 2 പേർക്കും 2 സമയത്താണ് പോകേണ്ടത്. ഇറങ്ങിയ നേരത്തെ ചെറിയൊരു ചാറ്റമഴ പോലെ എങ്ങനെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവൾക്ക് ഞാൻ ചെറിയൊരു കുടയും കൊടുത്ത് അങ്ങ് കൊണ്ടുവന്നാക്കുന്നത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുവന്നാക്കിയിട്ട് ഇങ്ങ് വരാമല്ലോ. അതിനുശേഷം വന്ന് ഞാൻ ചായ കുടിക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ.